എല്ലാ ഹദീസുകളും സ്വീകാര്യമാണോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. 16-ാമത്തെ ചോദ്യം, എല്ലാ ഹദീസുകളും സ്വീകാര്യോഗ്യമാണോ എന്നതാണ്. ഒരു ഹദീസ് സ്വീകാര്യോഗ്യമാകണമെങ്കിൽ അതിൻ്റെ ആ ഹദീസിൻ്റെ പ്രധാന മത്തുനും സനദും മത്തുനും രണ്ടും സ്വഹിയായിരിക്കണം എന്നതാണ് മുസ്ലിം ലോകത്തെ ഹദീസ് നിദാനശാസ്ത്ര പണ്ഡിതന്മാരെ നിബന്ധനയാക്കി വെച്ചിട്ടുള്ളത്. പക്ഷെ സമസ്തക്കാർക്കും വിശുദ്ധക്കാർക്കും ഒക്കെ ഹദീസിൻ്റെ സനദ് മാത്രം സ്വഹിയായാൽ മതി, മത്തിന് സ്വഹിയായിക്കൊള്ളണമെന്നില്ല എന്നതാണ് വിശുദ്ധക്കാരും സമസ്തക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് ഹദീസ് നിദാനശാസ്ത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് എനിക്ക് ഉദ്ധരിക്കാനുള്ളത്. ഇമാം ഷാത്തബി അദ്ദേഹത്തിൻ്റെ അൽ ഇഹ്തിസാം എന്ന ഗ്രന്ഥം 1-ാം വാല്യം 290-ാം പേജിൽ പറഞ്ഞത്, ഫലാ യൽസമു ഫീഹി ഷഹാദത്തു അഹ്ലിൽ ഹദീസ് അഹ്ലുൽ ഹദീസിൻ്റെ ആളുകളുണ്ടല്ലോ, അവരുടെ സാക്ഷിത്വം നടപ്പിൽ വരുന്നതല്ല. എന്താണ് അവരുടെ സാക്ഷിത്വം? ബിസിഹത്തിൽ ഇസ്നാദി ബിഖിലാഫിൽ അഹ്കാമി, അഹ്കാമിന് വിധികൾക്കെതിരായി സനദ് മാത്രം സ്വഹിയായാൽ മതി എന്ന ചില ഹദീസ് പണ്ഡിതന്മാരുടെ അഭിപ്രായം നടപ്പിൽ വരുന്ന കാര്യമേ അല്ല എന്നാണ് ഇമാം ഷാത്തിബി തൻ്റെ അൽ ഇഹ്തിസാം 1-ാം വാല്യം 290-ാം പേജിൽ പറയുന്നത്. അതുപോലെ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നത് സിഹ്ഹത്തുൽ ഇസ്നാദി ലാ യൽസമു സിഹ്ഹത്തുൽ മത്നി. സിഹ്ഹത്തുൽ ഇസ്നാദി, ഒരു ഹദീസിന്റെ പരമ്പര സ്വഹിയായി വരിക എന്നതുകൊണ്ട് മാത്രം, ലാ യൽസമു സിഹ്ഹത്തുൽ മത്നി, അതുകൊണ്ട് ഒരു ഹദീസിന്റെ മാറ്റർ, ആ ഹദീസിൽ പറഞ്ഞ കാര്യം സഹിയായിക്കൊള്ളണം എന്നില്ല. അപ്പൊ രണ്ടും സഹിയാണ്, മത്നും സഹിയാണ്, സനദും സഹിയാണ്. അങ്ങനത്തെ ഹദീസ് സഹി എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് ഈ കിതാബുൽ ബായിസ്, ഇമാം ഇബ്നു കസീറിന്റെ അൽ ബായിസ് എന്ന ഗ്രന്ഥം അതിൻ്റെ 42-ാം പേജിൽ അദ്ദേഹം ഉദ്ധരിച്ചാണ്. ഇതേമാതിരി ഹദീസ് ശാസ്ത്ര പണ്ഡിതനായ ജലാലുദ്ദീൻ സുയൂത്തിയും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എന്താ? ഫൈനഹു ലാ യൽസമു മിൻ സിഹ്ഹത്തുൽ ഇസ്നാദി സിഹ്ഹത്തുൽ മത്നി. നിശ്ചയമായും ഒരു ഹദീസിന്റെ പരമ്പര സഹിയായി എന്ന് വെച്ചിട്ട് അതിൻ്റെ മത്തിന് സഹിയായിക്കൊള്ളണം എന്ന് നടപ്പിൽ വരുന്ന കാര്യമല്ല. അപ്പൊ ഹദീസിന്റെ പരമ്പര സഹിയാണെന്ന് വെച്ചിട്ട് അതിൻ്റെ മത്തിന് സഹിയായിക്കൊള്ളണം എന്നില്ല. കമാ തഖററ ഫീ ഉലൂമിൽ ഹദീസ്, ഒരുപാട് പണ്ഡിതന്മാര് ഹദീസ് വിജ്ഞാനത്തില് സ്ഥിരീകരിച്ചതുപോലെ അങ്ങനെയാണ് ഹദീസ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്നർത്ഥം. ലിഹ്തിമാലി, കാരണം അതിന് സാധ്യത ഉണ്ട്, അൻ യസിഹൽ ഇസ്നാദു വയകൂന ഫിൽ മത്നി ശുദൂദുൻ. ചിലപ്പോൾ പരമ്പര സഹിയായിരിക്കാം, എന്നാൽ അതിൻ്റെ മത്നില് ഒറ്റപ്പെടൽ ഉണ്ടായിരിക്കാം, സഹിയല്ലാത്ത അവസ്ഥ ഉണ്ടായിരിക്കാം. വഇല്ലത്തുൻ, ആ ഹദീസിന്റെ മത്നിൽ ചില ദോഷങ്ങളും ഉണ്ടായിരിക്കാം. തുന്നൗ സിഹ്ഹത്തു, അതിൻ്റെ സാധുതയെ തടയുന്ന ചില ദോഷങ്ങളും ആ ഹദീസിൽ, ചില രോഗങ്ങളും ആ ഹദീസിൽ ഉണ്ടായേക്കാം. അപ്പോൾ ഒരു ഹദീസിന്റെ സനദ് സഹിയായി എന്ന് വെച്ചിട്ട് അതിൻ്റെ മത്ന് സഹിയായിക്കൊള്ളുന്നില്ല. രണ്ടും സഹിയാണെങ്കിലേ ഹദീസ് സ്വഹീഹ് അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഇത് ഇമാം ജലാലുദ്ദീൻ സുയൂത്തി അൽ ഹാവിലിൽ ഫത്താവ 2-ാം വാല്യം 124-ാം പേജിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി ഇമാം സഹസ്വാനി അദ്ദേഹം പറഞ്ഞത്, യകൂനു റിജാലു സിഖാത്തുൻ ലാ യഖ്ദി സിഹ്ഹത്തുൽ ഹദീസ്. ഒരു ഹദീസിന്റെ പരമ്പരയിലുള്ള ആളുകളെ വിശ്വസ്തരാണ് എന്ന് വെച്ചിട്ട്
ആ ഹദീസ് സഹിയാണെന്ന് വിധി പറയാൻ പറ്റൂല, അതിന്റെ മാറ്റർ ശരിയാണെന്ന് പറയാൻ പറ്റൂല എന്ന് സിയാനത്തുൽ ഇൻസാൻ പേജ് 393 അദ്ദേഹം പറഞ്ഞു. അതിന് ഒരു സഹീഹ് ബുഖാരിയിലെ ഒരു ഹദീസിന്റെ പരമ്പര സഹിയായാൽ മത്ന് സഹിയായിക്കൊള്ളണം എന്നില്ല എന്നതിന് സഹീഹ് ബുഖാരിയിൽ ഒരു ഉദാഹരണമായിട്ട് കൊടുത്ത ഒരു ഹദീസ് ഞാൻ ഉദ്ധരിക്കാം. അതായത് സഹീഹ് ബുഖാരിയിലെ 3655 നമ്പർ ഹദീസ്. അതായത് ഖുലഫാ റാഷിദുകളിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇവർക്ക് പ്രത്യേകത കൊടുക്കുകയും അലിയിന് യാതൊരു പ്രത്യേകത കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ഹദീസ് സഹീഹ് ബുഖാരിയിലുണ്ട്. ആ ഹദീസിന്റെ പരമ്പരക്ക് യാതൊരു ദോഷവുമില്ല. ഇവിടെ അലി ഇബ്നു അബീ ത്വാലിബ് കുറിച്ച് അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചൊന്നും പറയുന്നില്ല. ഈ 3 ഖലീഫമാർക്ക് ശ്രേഷ്ഠത ഉണ്ടെന്ന് മാത്രമാണ് സഹീഹ് ബുഖാരി 3655 നമ്പർ ഹദീസിൽ പറയുന്നത്. അതിനെ എതിർത്തുകൊണ്ട് ഇബ്നു അബ്ദുൽ ബർ, പ്രമുഖ ഹദീസ് നിദാനശാസ്ത്ര പണ്ഡിതനായ ഇബ്നു അബ്ദുൽ ബർ പറയാണ്, രേഖപ്പെടുത്തിയത് ഇപ്രാണ്: ഇന്ന ഹദീസ ഇബ്നു ഉമറ ഗലത്തുൻ. അതായത് 3 ഖലീഫമാർക്ക് മാത്രം പ്രത്യേകത പറഞ്ഞുകൊണ്ടുള്ള ഇബ്നു ഉമർ എന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് തെറ്റാണ്. വൈൻകാന സനദു ഇലൈഹി സഹീഹൻ, അതിന്റെ പരമ്പര സഹിയാണെങ്കിലും ശരി ഹദീസിന്റെ മാറ്റർ ശരിയല്ല, അത് തെറ്റാണ് എന്നാണ് ഇബ്നു അബ്ദുൽ ബർ പറയുന്നത്. വദല്ല ഹാദൽ ഇജ്മാഉ, ഇജ്മാഅ് കുറിക്കുന്നത് എന്താണ്? 4 ഖലീഫമാർക്കും തുല്യമായ സ്ഥാനമുണ്ട് എന്നതാണ്. 4 ഖലീഫമാർക്കും അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുണ്ട് എന്നതാണ് ഇജ്മാഅ്, മുസ്ലിം ലോകത്തെ ഏകാന്തമായ അഭിപ്രായം. അതിന് പോലും ആ ഹദീസ് വിരുദ്ധാണ് എന്നാണ് ഫതഹുൽ ബാരി 8-ാം വാല്യം 577-ാം പേജിൽ 577-ാം പേജിൽ ഫതഹുൽ ബാരി 8-ാം വാല്യം 577-ാം പേജിൽ ഇബ്നു ഹജർ അസ്ഖലാനി പറയുന്നത്. ഇനി ഇമാം സഖാവി പറയുന്നതും കേൾക്കുക. അൽ ഇൽത്തിറാബു ഐസു വഖഅ ഫീ സനദിൻ ഔ മത്നിഹി, ഒരു ഹദീസിന്റെ പരമ്പരയിലോ മാറ്ററിലോ ഇൽത്തിറാബ് ആശയക്കുഴപ്പം വന്നാല് മൂജിബിൽ ഉഴഫേ നിർബന്ധമായും ആ ഹദീസ് എന്തായിത്തീരും? വഈഫായിത്തീരും, അത് തെളിവിന് പറ്റാത്തതായിത്തീരും. അപ്പോൾ ഒരു ഹദീസിന്റെ പരമ്പരയിലോ മാറ്ററിലോ ഇൽത്തിറാബ് വന്നാൽ, അതായത് ആശയക്കുഴപ്പം വന്നാൽ, അത് ജമ്മ് ചെയ്യാൻ കഴിയാത്തതാണെങ്കിൽ നിർബന്ധമായും ഹദീസ് മാറ്റിവെക്കപ്പെടും, അത് തെളിവിന് പറ്റൂല, അത് വഈഫായി അംഗീകരിക്കപ്പെടും എന്നാണ് ഫത്ഹുൽ മുഗീസ് 1-ാം വാല്യം 225-ാം പേജിൽ ഇമാം സഖാവി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുപോലെ ഈ 7-ാമത്തെ ഒരു തെളിവും കൂടി എന്നെ തരാറുണ്ട്. ഹദീസിന്റെ മത്നും സനദും സഹിയായിരിക്കണം. ഹദീസിന്റെ സനദ് മാത്രം സഹിയായി പോരാ, മത്നും സനദും സഹിയായിരിക്കണം എന്നാണ്. ഇത് മർക്കസ് ദഅവക്കാർ മാത്രം പറഞ്ഞ അഭിപ്രായമല്ല, ഹദീസ് നിദാനശാസ്ത്ര പണ്ഡിതന്മാർ മൊത്തത്തിൽ പറഞ്ഞ കാര്യമാണ്. ഒരു ഹദീസിന്റെ പരമ്പര മാത്രം സഹിയായാൽ പോരാ, അതിന്റെ പരമ്പരയും സഹിയാണ്, മത്നും സഹിയാണ്, മാറ്ററും സഹിയാണ്. കാരണം മത്ന് എന്ന് പറയുന്നത് ഒരു ഹദീസിന്റെ തലയാണ്, പരമ്പര എന്ന് പറയുന്നത് വാലാണ്. അപ്പോൾ രണ്ടും സഹിയായെങ്കിൽ മാത്രമേ ഒരു ഹദീസ് സ്വീകാര്യോഗ്യമായി അംഗീകരിക്കപ്പെടുള്ളൂ എന്നാണ് ജാമിയ നദവിയ ഹദീസ് വിശേഷാൽ പതിപ്പ് പേജ് 60 പറയുന്നത്. ജാമിയ നദവിയ KNM TP അബ്ദുൽ ഖായിം അതിൻ്റെ ടീം നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾ ഇറക്കിയ ഒരു സോവനീറാണ് ഹദീസിന്റെ. ആ സോവനീർ ജാമിയ നദവിയ ഹദീസ് വിശേഷാൽ പതിപ്പ് എന്ന് പറയുന്ന ഒരു പതിപ്പ് അവർ ഇറക്കിയിട്ടുണ്ട്. അതിൻ്റെ 60-ാം പേജിൽ പറയുന്നത് ഹദീസിന്റെ മത്നും സനദും ശരിയായിരിക്കണം. മത്ന് മാത്രം ശരിയായ പോരാ, സനദും കൂടി ശരിയാകണം എന്നതാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരികളെ, യഥാർത്ഥ ഇസ്ലാമിലേക്ക് മടങ്ങി വരണം
എന്നാണ് എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്.